കസ്റ്റമൈസ്ഡ് ഫോട്ടോ ചോക്ലേറ്റ് റാപ്പ് ഫസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നാം A3 ഷീറ്റിൽ അത് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോന്നായി കട്ട് ചെയ്യാം. അത് നാം ഓരോന്നായി കട്ട് ചെയ്തതിന് ശേഷം 3 ഭാഗം മാത്രം സ്റ്റിക്കർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്താൽ മതി. കാരണം അതായത് ഫസ്റ്റ് വരുന്ന ആ ഭാഗത്ത് ഫോൾഡ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് സ്റ്റിക്കർ പേപ്പർ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫോട്ടോ ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ വേണം നമുക്ക്, അതായത് നാം സെലക്ട് ചെയ്യുന്ന ചോക്ലേറ്റിൻ്റെ മുന്നിൽ വരുന്ന രീതിയിൽ വേണം നാം ഫോൾഡ് ചെയ്യാൻ. ഫ്രണ്ടിൽ വരണം, ആ ഒരു രീതിയിൽ വേണം. ഫസ്റ്റ് മിഡിൽ പ്രസ് ചെയ്ത് പിന്നെ സൈഡിൽ പ്രസ് ചെയ്യുന്ന ചുളിവില്ലാതെ നമുക്ക് ലഭിക്കും. ഓക്കെ, ഞാനിവിടെ കോപ്പിക്കോ എന്ന ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്ലാറ്റ് ടൈപ്പിലുള്ള മിഠായി വേണം നാം സെലക്ട് ചെയ്യാം. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഫ്ലാറ്റ് ടൈപ്പുള്ള ചോക്ലേറ്റ് വേണം നാം സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ കൊടുക്കാൻ നല്ല ഒരു ഐറ്റമാണിത്. ഇത് എങ്ങനെയാണ് ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മറ്റൊരു ഈ താഴെ കാണുന്ന ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നാം ക്യാൻവയിൽ പ്ലസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിസൈൻ സെലക്ട് ചെയ്ത്, അതായത് നമ്മുടെ ഡിസൈൻ വേണ്ടിയുള്ള ഇത് കൊടുത്തുകൊണ്ട് സൈസ് കൊടുത്തുകൊണ്ട് നെക്സ്റ്റ് നമുക്ക് ബോർഡർ കൊടുക്കുക. നമുക്ക് വേണ്ട ഡിസൈനുകൾ കൊടുക്കുക. എനിക്ക് റെഡ് ആൻഡ് വൈറ്റിലാണ് കൂടുതൽ അട്രാക്റ്റീവായും പ്രീമിയം ലുക്കിലും കാണുക എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ വൈറ്റ് ആൻഡ് റെഡ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ എൻ്റെ ഫോട്ടോസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടുന്ന ടെക്സ്റ്റുകൾ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ കൂടുതലായൊന്നും ബോർഡേഴ്സുകളൊന്നും കൊടുത്തില്ല. അപ്ലോഡ്സിൽ പോയി അതിന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുള്ള ഫോട്ടോസ് നാം മിഡിൽ പൊസിഷനിൽ വിടുന്നതിന് വേണ്ടി ഷേപ്പ് അഡ്വാൻസിൽ നിന്നും, അതായത് പൊസിഷനിൽ അഡ്വാൻസിൽ നിന്നും നമുക്ക് ഫ്രണ്ടിൽ വരേണ്ട രീതിയിലുള്ള സൈസ് കൊടുക്കുക. എന്നിട്ട് അതിൽ വേണം നാം ഫോട്ടോസ് കൊടുക്കാൻ. എന്നിട്ട് നെക്സ്റ്റ് മേലെയുള്ള ഹെയറോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് പ്രസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് A3യിൽ ഇത് നാം എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. A3യിൽ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഓരോന്നിൻ്റെയും സൈസ് കൊടുക്കുന്നതിന് വേണ്ടി ഷേപ്പ് എലമെൻസിൽ നിന്നും ഷേപ്പ് സെലക്ട് ചെയ്ത് ഷേപ്പ് നാം നേരത്തെ കൊടുത്തിരിക്കുന്ന ആ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് അതിൽ കൊടുക്കുക. ഫ്രെയിം. അപ്പോൾ ഫ്രെയിം ആക്കുമ്പോൾ നമുക്ക് എന്താകും, അത് റീപ്ലേസ് ചെയ്യുമ്പോൾ നാം നേരത്തെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് ഇവിടെ കൊടുക്കുമ്പോൾ അത് ആ ഫോട്ടോസ് ഡയറക്റ്റ്ലി അവിടെ ഇമ്പോർട്ട് ആയിക്കോളും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കൂടുതലായി അതിനെ റീസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല. നമുക്ക് കറക്റ്റ് കിട്ടും. എന്നിട്ട് ഓരോന്നും ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് ഓരോന്നായി എടുക്കാം. ഓക്കെ.